എല്ലാവർക്കും നമസ്കാരം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ പരീക്ഷ ആഗതമായിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബറിൽ അതിന് നോട്ടിഫിക്കേഷൻ ഇറങ്ങും എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ SSC GD പരീക്ഷയെ കുറിക്കുന്ന ചില വിവരങ്ങളാണ്. ഞാൻ KN ദിലീപ്, എവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കലൂർ. നമുക്കറിയാം എന്താണ് SSC GD പരീക്ഷ എന്നുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണത്. GD കോൺസ്റ്റബിൾമാരെയും ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾമാരെയും അതുപോലെ തന്നെ റൈഫിൾമെന്മാരെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഖിലേന്ത്യാ പരീക്ഷയാണത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ റൈഫിൾമെൻ, അതുപോലെ എന്താണ് കോൺസ്റ്റബിൾ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും. രണ്ടും ഒരേ പോസ്റ്റ് തന്നെയാണ്. റൈഫിൾമെൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, നമ്മുടെ ബോർഡർ മേഖലകളിൽ, മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം ഫുൾ ടൈം അത് ജാഗരൂകരായി നിൽക്കുന്ന തോക്കേന്തിയ പട്ടാളക്കാർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ജോലി നോക്കുന്ന പാരാമിലിറ്ററി കമ്പനികളിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ റൈഫിൾമെൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരപരമായ കാര്യങ്ങൾ, അതായത് ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ പബ്ലിക് സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പബ്ലിക് സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങൾ, ഇന്ത്യക്കകത്തുള്ള അന്തചിത്രങ്ങൾ അടിച്ചമർത്തുന്നതിനുള്ള പോലീസ് ഫോഴ്സ്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GD കോൺസ്റ്റബിൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഈ പരീക്ഷയിൽ അനവധി ഒഴിവുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. 25,000-ഓളം വേക്കൻസികളാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ GD കോൺസ്റ്റബിൾ പരീക്ഷയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആകുന്നതേ ഉള്ളൂ. എന്നാൽ അടുത്ത വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തിക്കഴിഞ്ഞു. എന്നാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പാർലമെന്റിലെയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെയും വാർത്താക്കുറിപ്പുകളിൽ നിന്നും ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ വർഷം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ ആണ്. 26-27 GD കോൺസ്റ്റബിൾ വേക്കൻസി അപ്രോക്സിമേറ്റ് ആയിട്ട് 61,783 വേക്കൻസികളാണ് ഈ വർഷമുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതൊരു വളരെ വലിയൊരു സംഖ്യയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആവേശം നൽകുന്ന ഒരു വാർത്തയാണത്. നമുക്കറിയാം ഈ GD കോൺസ്റ്റബിൾമാരെ എവിടെയെല്ലാമാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. എന്താണ് GD കോൺസ്റ്റബിൾമാരുടെ ഡ്യൂട്ടി? നോക്കൂ, GD കോൺസ്റ്റബിൾമാരെ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഈ പാരാമിലിറ്ററി കമ്പനികളിലാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സഹസ്ര സീമാബൽ, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, ആസാം റൈഫിൾസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്കൊന്ന് നോക്കാം എന്താണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കറിയാം പാകിസ്ഥാനായിട്ടുള്ള അതിർത്തി, മക്മോഹൽ ലൈൻ ഓഫ് കൺട്രോൾ, ചൈനയുമായിട്ട് റാഡിക്ലിഫ് ലൈൻ, അതുപോലെ തന്നെ അവിടെയുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ബോർഡറിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന പാരാമിലിറ്ററി ഫോഴ്സിനെയാണ് നമ്മൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗമാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള, നമ്മുടെ നാട്ടിലെല്ലാം ധാരാളം CISFകാർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യവസായ മേഖലകളിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, പഞ്ചരത്നങ്ങൾ അല്ലെങ്കിൽ നവരത്നങ്ങൾ പോലുള്ള പബ്ലിക് അണ്ടർടേക്കിങ്ങുകൾ, നമ്മളുടെ ആറ്റോമിക് റിയാക്ടറുകൾ, നമ്മുടെ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, ഇതിനെല്ലാത്തിനും സെക്യൂരിറ്റി നൽകുന്നതാണ് CISFന്റെ ജോലി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള VIP-കൾക്ക് സെക്യൂരിറ്റി നൽകുന്ന ജോലിയും ഈ CISF എന്ന് പറയുന്ന കമ്പനിയാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി കമ്പനി ഏതാണെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരമാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള പാരാമിലിറ്ററി കമ്പനി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഇന്ത്യക്കകത്തുള്ള പല പല സ്റ്റേറ്റുകളിലുള്ള പ്രശ്നങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി, ആഭ്യന്തര പ്രശ്നങ്ങൾ സമാധാനം കാണുന്നതിന് വേണ്ടി, ഇന്ത്യക്കകത്ത് ഓരോ സ്റ്റേറ്റുകളുടെയും ആവശ്യത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൈന്യമാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സശസ്ത്ര സീമാബൽ,
നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെയും അതിർത്തികളിൽ അവിടെ ഡ്യൂട്ടി നോക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു കമ്പനിയാണ് സശസ്ത്ര സീമാബൽ എന്ന് പറയുന്ന SSB. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ ടിബറ്റൻ മേഖലകളിലെല്ലാം അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് വർഷത്തിൽ ഭൂരിഭാഗം ദിവസവും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഇത്തരം പ്രദേശങ്ങളിൽ ഏത് സമയവും മഞ്ഞിലെല്ലാം ഡ്യൂട്ടി നോക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പട്ടാളക്കാർ ഹിമവീർസ്, ദ ബ്രേവ് സോൾഡിയേഴ്സ് ഓഫ് ദ ഹിമാലയാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ ഇവിടെ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൽ കാണുന്നത്. പിന്നീട് വളരെ കുറച്ച് ആളുകൾ മാത്രം റിക്രൂട്ട് ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്. അവിടെ എപ്പോഴും എല്ലാ കൊല്ലവും വേക്കൻസികൾ കുറവായിരിക്കും. പിന്നെ ആസാം റൈഫിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴയ പാരാമിലിറ്ററി കമ്പനിയാണ് എന്തെന്ന് പറയുക ആസാം റൈഫിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലരും ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കമ്പനിയാണ് നർക്കോട്ടിക്സ് ആൻഡ് കൺട്രോൾ ബ്യൂറോ. അവിടുത്തെ പോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, സിപ്പോയി പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ അവിടെ സിപ്പോയി എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയൊരു സാലറി സ്ലൈറ്റ് ആയിട്ടൊരു നെഗ്ലിജിബിൾ ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സ്റ്റാറ്റസിലോ ജോലിയുടെ കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇത്രയും കമ്പനികളിലേക്കാണ് ഈ SSC GD പരീക്ഷയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, നമുക്ക് കിട്ടിയ ഇതേവരെയുള്ള മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ അഫയേഴ്സിൽ നിന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഈ വരുന്ന സെപ്റ്റംബർ 30 നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. സെപ്റ്റംബർ 30 വന്നു കഴിഞ്ഞാൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ അവസാനം വരെ നമുക്ക് സമയമുണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള സമയം 1 മാസത്തെ സമയമുണ്ട്. അപ്പോൾ 1 മാസത്തെ കൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാം അയക്കാം. അതോടൊപ്പം തന്നെ ജാനുവരിക്കും ഫെബ്രുവരിക്കും ഇടയ്ക്കായിരിക്കും പരീക്ഷ എന്നാണ് പറയുന്നത്. ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡാണ് നമുക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് SSCയുടെ നോട്ടിഫിക്കേഷൻ വരാതെ ഒരിക്കലും നമുക്ക് ഇവിടെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജാനുവരിക്കും ഫെബ്രുവരിക്കും ഇടയ്ക്ക് ഈ പരീക്ഷ സ്വല്പം നീണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് കൃത്യമായിട്ട് നടന്നാൽ ഈ ഡേറ്റിന് പരീക്ഷ നടക്കുക. അല്ല, ഇതിൻ്റെ ഈ മറ്റുള്ള സ്കെഡ്യൂളുകളെല്ലാം മാറിയാൽ ഈ ഡേറ്റിലെല്ലാം വ്യത്യാസം വരും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മാറ്റാൻ പറ്റും. പരീക്ഷ വീണ്ടും വൈകിയേക്കാം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എവിഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോ പരീക്ഷകൾ വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുക. നോക്കൂ, ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. പലരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായി എനിക്ക് ഗവൺമെൻറ് ജോലിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ ഈ 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കയറാൻ പറ്റാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നാണ്. വളരെ വലിയ IAS ലെവലിലുള്ള അല്ലെങ്കിൽ ബാങ്കിൻ്റെ PO പരീക്ഷകൾ പോലുള്ള നിലവാരത്തിലുള്ള വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല SSC GDക്ക് ഏതൊരു സാധാരണക്കാരനോ ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും ക്രാക്ക് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ് SSC GD എന്ന് പറയാവുന്നത്. അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും സ്റ്റേറ്റിലെ അംഗീകൃത പബ്ലിക് ബോർഡിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു 10th ഒരു മെട്രിക്കുലേഷൻ പാസ്സായ സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 23 വരെയാണ്. ഇതൊരു ജനറൽ ഏജ് ആണ്. ഞാൻ പറയുന്നത് 18 മുതൽ 23 വരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ ഏജ് റിലാക്സേഷനുള്ള ചില കാറ്റഗറികളൊക്കെ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കെല്ലാം ആർക്കെല്ലാം ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണോ അതെല്ലാം ഇതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന പ്രായമായിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, 18 മുതൽ 23 വരെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളതാണ്. SSC GDയുടെ സിലബസ് വളരെ ടഫായിട്ടുള്ളൊരു സിലബസാണ്. അതുകൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മളൊരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചിരിക്കും. നമ്മൾ വിചാരിക്കണം ഈ പരീക്ഷ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കഥ പറയുകയാണ്. അതായത് നമ്മളെപ്പോഴും ഒന്നിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മൾ SSC GD പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തു അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അങ്ങനെയല്ല. എല്ലാത്തിനും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള
വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസും ഹാർഡ് വർക്കും വളരെ അത്യാവശ്യമാണ്. ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത്തരം ജോലികളിൽ എത്താൻ പറ്റുക. അതായത് നമ്മൾ പറയുമല്ലോ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. പണ്ട് സിനിമാ നടൻ ഇന്നസെൻ്റ് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ കുറേ കാലഘട്ടം കുറേ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ഒന്നും പഠിച്ചില്ല. വളരെ പ്രയാസപ്പെട്ടാണ് അവർ പോകുന്നവർ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇയാൾ സിനിമാ നടനായി, സിനിമാ നിർമ്മാതാവായി, സിനിമയെല്ലാം എടുത്ത് സാമ്പത്തികമായിട്ട് അധപ്പതിച്ചു കുത്തുവാള എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു മാർവാടിക്കാരനോട്, ഗുജറാത്തിനോട് കാശ് കടം വാങ്ങിക്കണം. അപ്പോൾ അയാളോട് ഹിന്ദിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, കമലാക്ഷി ടീച്ചർ വർഷങ്ങളായിട്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പഠിക്കാത്ത എല്ലാ ഹിന്ദിയും ഞാൻ ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചു എന്ന്. അതായത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും വളരെ പെട്ടെന്ന്. അതുപോലെയാണ് ഈ പരീക്ഷയും. അതായത് നമ്മൾക്കിതെല്ലാം ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സിലബസാണ്. എന്നാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അപ്പം 40 മാർക്ക്. ജനറൽ ഇൻ്റലിജൻസ് അതിൻ്റെ സിലബസ് എന്താണെന്ന് ഞാനിപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരും. അതിനകത്ത് നോക്കിയാൽ അറിയാം ഇത് എത്രമാത്രം ഡിഫിക്കൽട്ടുള്ള സിലബസാണ്, അല്ലെങ്കിൽ വളരെ 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 ഡിഫിക്കൽട്ടാണോ, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതാണോ എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. പിന്നെ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്ട്രോങ് പോയിന്റ് ആയിരിക്കേണ്ട ഒരു സെക്ഷനാണ് GK എന്ന് പറയുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ദിവസം പരീക്ഷയുടെ 2 മാസം മുമ്പ് GK പഠിച്ചിട്ട് കാര്യമില്ല. ചില സ്റ്റാറ്റിക് GKകളെല്ലാം നമ്മൾ സമയം കിട്ടുമ്പോൾ മുതൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നേരം ഇങ്ങനെ മൊബൈലെല്ലാം വെച്ചുകൊണ്ട് കേൾക്കുമ്പോൾ, അതിന് പകരം ഇപ്പോൾ ഓഡിയോ എല്ലാം അവൈലബിൾ ആണ്. GK സ്റ്റാറ്റിക് ആയിട്ടുള്ള GKകളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ ബേസിക് ടോപ്പിക്കുകളും പഠിച്ച് നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരമുള്ള പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് GKയും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആക്കി വെക്കണം. അതിനകത്ത് നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു പ്ലേസും കിട്ടും. അടുത്തത് എലമെൻ്ററി മാത്തമാറ്റിക്സ്, അതായത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറച്ച് 10ാം ക്ലാസ്സിൽ 9, 10 പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് ആസ്പെക്റ്റിൻ്റെ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ആസ്പെക്റ്റിൻ്റെ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ അത് വളരെ പരിചിതമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. വളരെ ടഫായിട്ടുള്ള, വളരെ ഹയർ ലെവലായിട്ടുള്ള മാത്തമാറ്റിക്സ് ഒരിക്കലും ചോദിക്കുന്നില്ല. 1-2 ചാപ്റ്ററുകൾ മാത്രമേ നിങ്ങൾ കുറച്ചുകൂടി എഫോർട്ട് കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെയും 20 മാർക്കാണ്. മാത്തമാറ്റിക്സിന് 20 മാർക്കാണ്, അതിന് 2 മാർക്ക് വെച്ചിട്ടാണ്, അപ്പോൾ 40 മാർക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, അതായത് നമുക്കിപ്പോൾ ഹിന്ദി ബെൽറ്റിലുള്ള കുട്ടികൾക്കെല്ലാം വേണമെങ്കിൽ ഹിന്ദിയുടെ ഗ്രാമർ, കോമ്പോസിഷൻ എല്ലാം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലും ചെയ്യാം. അപ്പോൾ 2 ഭാഷകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അവിടെ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ, ഗ്രാമർ, വൊക്കാബുലറി, ആന്റോണിയംസ്, സിനോണിയംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ മൊത്തം 80 ചോദ്യങ്ങൾ, 80 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വെച്ചിട്ട് 160 മാർക്കാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. 160 മാർക്കിൽ എത്ര മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് ലെവലിൽ എത്താൻ പറ്റും? ഇതെല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആക്ച്വലി നമുക്കിവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കറക്റ്റ് ആൻസറിന് 2 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ റോങ് ആൻസറിന് 1/8, അതായത് 0.25 മാർക്ക് കുറക്കും. ആൻസർ ചെയ്തില്ലെങ്കിൽ അതിന് മാർക്കൊന്നുമില്ല. ആൻസർ ചെയ്താൽ 2 മാർക്ക്, ആൻസർ തെറ്റായിട്ട് ചെയ്താൽ അതിൻ്റെ ആ 2 മാർക്കിൻ്റെ 8-1 മാർക്ക് നമുക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ ഉത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ കട്ട് ഓഫ് ലെവലിനെ കുറിച്ച് എല്ലാവർക്കും വളരെ വലിയൊരു ആശങ്കയാണ്. അതുകൊണ്ടില്ല, ഇതൊരു 2024 പരീക്ഷയുടെ ഒരു ആവറേജ് സ്കോറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ജനറൽ ട്രെൻഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. എന്താണ് ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്? OBCക്ക് 130 മുതൽ 145, ജനറൽ 135 മുതൽ 150. അപ്പം 160 ഇത്രയും മാർക്ക് വാങ്ങിക്കണോ എന്നുള്ളതാണ് എല്ലാവരുടെയും വിഷയം. സാർ, ഇത് വളരെ വലിയൊരു കട്ട് ഓഫ് ആണല്ലോ, ഇത്തരം പരീക്ഷകൾക്ക് ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിചാരമൊന്നും ആർക്കും വേണ്ട. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് നമുക്കുള്ളത്.
ഇതൊരു ആവറേജ് ലെവലാണ്. എക്കണോമിക് വീക്കർ സെക്ഷൻ 128, 147, ഷെഡ്യൂൾഡ് കാസ്റ്റ് 115, 135, ഷെഡ്യൂൾഡ് ട്രൈബ് 110, 130 വരെയുള്ള മാർക്കുകൾ കിട്ടിയ ആൾക്കാരെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ജനറൽ ട്രെൻഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഓരോ സ്റ്റേറ്റിനും ഒരു സ്പെസിഫൈഡ് കോട്ടയുണ്ട്. എത്ര പേരെ കേരളത്തിൽ എടുക്കും, മറ്റേ സ്റ്റേറ്റിൽ എത്ര പേർക്ക് കൊടുക്കണം. നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസ് കാറ്റഗറി നോക്കുമ്പോഴും അതുപോലെ തന്നെ ചില സെപ്പറേറ്റ് ഏരിയകളുണ്ട്. സെപ്പറേറ്റ് ഏരിയകൾ എന്ന് പറയുമ്പോൾ നക്സൽ പ്രോൺ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഏരിയയിലുള്ള ആളുകളുടെ കട്ട് ഓഫ്, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയയിലേക്ക് വരുന്ന ആളുകളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 40 മുതൽ 72 മാർക്ക് വരെയായിരുന്ന ആ എക്സാമിൽ. നോക്കൂ, നിങ്ങൾ 150 മാർക്ക് കിട്ടിയ കാര്യം ആലോചിച്ച് നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വളരെ സന്തോഷകരമായ വാർത്ത. ഇതാ 40 മാർക്ക് വരെ കിട്ടിയ ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ വരും. കാരണം അത് ഏത് കാറ്റഗറിയിലാണോ, എവിടെയാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഏത് ജോഗ്രാഫിക്കൽ ഏരിയയിലാണോ നിങ്ങൾ പെടുന്നത്, അങ്ങനെയുള്ള ചില എലിജിബിലിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 70 മുതൽ 102 വരെയുള്ള മാർക്കായിരുന്നു. അപ്പോൾ അഖിലേന്ത്യാ മാർക്ക് എന്ന് പറയുന്നത് ചില ഹിന്ദി ബെൽറ്റുകളൊക്കെ ഉണ്ട്. ഹിന്ദി ബെൽറ്റ് എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ, അതുപോലെ തന്നെ ബീഹാർ, UP ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വളരെയധികം എണ്ണം ആളുകൾ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒരു ഹൈ കോമ്പീറ്റൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെയെല്ലാമാണ് നമ്മൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ കട്ട് ഓഫ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്, കേരള പോലുള്ള സ്ഥലങ്ങളിലെല്ലാം കട്ട് ഓഫ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം എഴുതുമ്പോഴേക്കും ഈസി ആയിട്ട് ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എവിഷൻ അതിനു വേണ്ടിയുള്ള സഹായങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി പേ സ്കെയിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് അല്ലേ? പേ സ്കെയിൽ എങ്ങനെയാണ്, ബേസിക് എത്രയാണ്, എത്ര രൂപ കയ്യിൽ കിട്ടും നമ്മൾ ഈ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പേ സ്കെയിൽ എന്ന് പറയുന്നത് 7th പേ കമ്മീഷൻ, സെൻട്രൽ പേ കമ്മീഷൻ ആണ്. സെൻട്രലിൽ എപ്പോഴും പേ കമ്മീഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബേസിക് പേ കുറവായിരിക്കും, പക്ഷെ അവിടെ DA വളരെ കൂടുതലായിരിക്കും എപ്പോഴും, എല്ലാ കൊല്ലവും. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഇത് എന്താണ് പറയുന്നത്, ബേസിക് വളരെ കുറവായിരിക്കാം, പക്ഷേ അവരുടെ DA എല്ലാ വർഷവും കൂടുതലായിരിക്കും. അപ്പോൾ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. അപ്പോൾ ഈ ലെവൽ 3യിൽ ബേസിക് തുടങ്ങുന്നത് 21,700 പക്ഷേ 69,000 രൂപ വരെ പോകാം. നിങ്ങൾ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം തന്നെ 69,000 രൂപ ലഭിക്കില്ല. നമുക്ക് ഈ ബേസിക് പേ കൂടാതെ ഡിയർനെസ് അലവൻസ്, ഓരോ വർഷവും ഉണ്ടാകുന്ന വിലക്കയറ്റം അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ബേസിൽ നമ്മുടെ ഗവൺമെൻറ് ഓരോ മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെല്ലാം പ്രഖ്യാപിക്കുന്ന DA അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ബേസിക് പേയുടെ കൂടാതെ നമുക്ക് എന്താണ് പറയുന്നത്, മറ്റുള്ള അലവൻസുകൾ എന്തൊക്കെയാണ്? ഹൗസ് റെന്റ്, HRA. അത് പല പല സിറ്റികളിൽ പല പല റേറ്റുകളാണ്. നിങ്ങൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ സിറ്റിയുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള HRA ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ട്രാൻസ്പോർട്ട് TA കിട്ടുന്നുണ്ട്, നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂട്ടേഷന് വേണ്ടിയുള്ള പൈസ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു എസ്റ്റിമേറ്റഡ് സാലറി എന്ന് പറയുന്നത് ഒരു 30,000-നും 40,000-നും ഇടക്കാണ്. ഒരു എൻട്രി ലെവൽ ഒരു ഉദ്യോഗസ്ഥന് 30,000-40,000 എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലുക്രേറ്റീവ്, ഹാൻഡ് ഫുൾ ഓഫ് സാലറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നല്ലൊരു ശമ്പള സ്കെയിലാണ് ഇതെന്ന് പറയുന്നത്. 10th പാസ്സായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്രയും നല്ല ശമ്പളമുള്ള, ഇത്രയും നല്ല അംഗീകാരമുള്ള, നാഷണൽ ലെവലിൽ അക്രഡിറ്റേഷനുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. 40,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് മാത്രമാണോ? ഈ ഒരു ശമ്പളം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ജോലിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ജോലിയുടെ പോലെയും ഈ ജോലിക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇന്ത്യക്കകത്ത് മാത്രമാണോ നമ്മൾ ഈ GD കോൺസ്റ്റബിൾമാർ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വർക്കിന് പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ എംബസികളിൽ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് വേണ്ടി നിങ്ങൾ ഡെപ്യൂട്ടേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാം ഡെപ്യൂട്ടേഷൻ കിട്ടും. അപ്പോൾ അവിടുത്തെ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ സാലറി സ്കെയിലിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് സാലറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരിക്കൽ കേരള ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എൻ്റെ റൂമിൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു, ഒരു CI. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അയാളൊരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UN പീസ് കീപ്പിംഗ് ഫോഴ്സ്, അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസ് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എപ്പോഴും നിലനിർത്തുന്നുണ്ട്.
മറ്റു പല രാജ്യങ്ങളിലുള്ള പട്ടാളക്കാരിൽ നിന്നും വളരെ മിടുക്കന്മാരായിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡറുള്ള നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള വെപ്പൺ എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകളെ അവർ എപ്പോഴും ഇങ്ങനെ ഒരു ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ BSFകാർ പോലീസുകാർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അവർക്ക് UN പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോളറിൽ സാലറി കൊടുക്കും. ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത് ആ യൂണിറ്റിൽ നിന്നുള്ള സാലറി കൃത്യമായിട്ട് വേറെയും ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ 2 സാലറിയാണ് ഒരേ സമയത്ത്. അങ്ങനെയുള്ള വളരെയധികം എന്താണ് പറയുന്നത് അവന്യൂസ് എല്ലാം ഉള്ളൊരു ജോലിയാണ് ഈ കോൺസ്റ്റബിൾ ജോലി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആദ്യമായിട്ടൊരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻ്റ് എന്താണ് പറയുന്നത് GD കോൺസ്റ്റബിൾ ആണ്, മനസ്സിലായോ? അത് കഴിഞ്ഞ് കോൺസ്റ്റബിളായി, അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി, ഇൻസ്പെക്ടറായി, അസിസ്റ്റന്റ് കമാൻഡൻ്റായി, ഡെപ്യൂട്ടി കമാൻഡൻ്റായി, അങ്ങനെ ഓരോരോ പടവുകൾ കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സർവീസ് പീരീഡ് കഴിയുമ്പോഴേക്കും ഉയർന്ന പോസ്റ്റുകളിലേക്ക് വളരെ ഉയർന്ന ശമ്പളങ്ങളെല്ലാം നേടാവുന്ന വളരെ വലിയൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ജോലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം SSC GD എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് എല്ലാം നേരത്തെ പറഞ്ഞു ഞാൻ +2 മാർക്കിന് എന്താണ് ഓരോന്നിനും 2 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25 മാർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഹിന്ദിയോ ഇംഗ്ലീഷോ എടുക്കാം. 10ാം തരത്തിലുള്ള നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു വളരെ എന്താ പറയുന്ന ഒരു ബാങ്ക് POൻ്റെ ചോദ്യം, SSC CGL ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും ഒരിക്കലും ചോദിക്കാറില്ല. വളരെ ഈസി ആയിട്ട് കുറച്ച് ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന നാഷണൽ ലെവൽ എക്സാമാണ് എന്ന് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ GD കോൺസ്റ്റബിൾ പരീക്ഷ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാകണം. CBT 1, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്ന പരീക്ഷയുണ്ട്, PET എന്നാണ് അറിയപ്പെടുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ ഹൈറ്റ്, ചെസ്റ്റ്, ഇതെല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടമൊക്കെ ആയിരിക്കും, ഓട്ടം. അപ്പോൾ നമ്മളെപ്പോഴും ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജോലി കിട്ടിയില്ലെങ്കിലും ജോലിക്ക് വേണ്ടി മാത്രം ഫിസിക്കൽ ഫിറ്റ് ആവുന്നതല്ല, ജീവിതത്തിലും ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കുക. അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസമാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് തലേദിവസമാണ് അറിയുന്നത് ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. നമ്മളതിന് ക്വാളിഫൈ ചെയ്യണ്ടേ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുള്ള പ്രാക്ടീസ് കൊണ്ട് അത് സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫിസിക്കലായിട്ട് ഇങ്ങനെയുള്ള ഫോഴ്സുകളിലെല്ലാം പോകാൻ താല്പര്യമുള്ള ആളുകൾ എപ്പോഴും അവരുടെ ബോഡി ഫിസിക്കലി ഫിറ്റായിട്ട് നിർത്തുക. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ മെഡിക്കലായിട്ടുള്ള പരീക്ഷ, മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ട്. നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ മാരക രോഗങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ സൈന്യത്തിലേക്ക് അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുക. അപ്പോൾ നമ്മളുടെ സിലബസ് നമുക്കൊന്ന് ആവറേജ് ആയിട്ട് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞു 4 സെക്ഷനാണുള്ളത്. അതിനകത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അനലോഗി, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, അരിത്തമെറ്റിക്കൽ റീസണിങ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അതായത് ഏത് പരീക്ഷയ്ക്കും വരുന്ന സാധാരണ ചോദിക്കാറുള്ള, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ടോപ്പിക്കുകളാണിത്. ഇതിനകത്ത് ഏതെങ്കിലും വളരെ ടഫായിട്ടുള്ള റീസണിങ് ടോപ്പിക്ക് നിങ്ങൾ കണ്ടോ? ഇല്ല. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഏത് കുട്ടിക്കും ചെയ്യാവുന്ന, ഒരു 10th ക്വാളിഫിക്കേഷനുള്ള ആർക്കും അനായാസമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന, കുറച്ച് ഡെഡിക്കേഷനും കുറച്ച് ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന റീസണിങ് ടോപ്പിക്കുകൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കൂ, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട, അതായത് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് പഠിക്കാനായിട്ട്. ആ സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബറിങ് കൺട്രീസ്. നമ്മൾ പറയാം വേൾഡിലെ ഓരോ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴേക്കും ആ രാജ്യത്തിൻ്റെ കറൻസി എന്താണ്, ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ്, അവിടുത്തെ പാർട്ടി ഏതാണ്, അവിടുത്തെ ഹിസ്റ്ററി എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്ന കോമൺവെൽത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഹിസ്റ്ററി, കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. ജിയോഗ്രഫി വരാം. എക്കണോമിക് സിനാറിയോ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പോളിസികൾ, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥാപനങ്ങൾ, വാട്ട് ഈസ് ദ റോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ കൺട്രോളിങ് ദ ഫിനാൻസ് ഓഫ് ദ കൺട്രി.
അതുപോലെ തന്നെ ജനറൽ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം പ്രൊവിഷൻസ് ആണുള്ളത്, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഓരോ പ്രൊവിഷനുകളും നമ്മൾ കടമെടുത്തിട്ടുള്ളത്, ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകളാണ് നമുക്ക് ഈ കാലങ്ങളിലെല്ലാം വന്നിട്ടുള്ളത്, അതിൻ്റെ വർഷങ്ങൾ ഏതൊക്കെയാണ്, ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പികൾ എന്നറിയപ്പെടുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ്. സയന്റിഫിക് റിസർച്ച്, നമ്മളുടെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള സയന്റിഫിക് റിസർച്ച് സ്റ്റേഷനുകൾ, അവയുടെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ, അതുപോലത്തെ പ്രധാനമന്ത്രിമാർ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു അവന്യൂ ആണ്. അപ്പോൾ GK എപ്പോഴും എല്ലാവരും വളരെ സ്ട്രോങ് ആയിരിക്കണം. അടുത്തത് എലമെന്ററി മാത്തമാറ്റിക്സ്. നിങ്ങൾ പറഞ്ഞല്ലേ എപ്പോഴും എല്ലാവർക്കും ബാലികേറാമലയായിട്ടുള്ള ഒരു സെക്ഷനാണ് എലമെന്ററി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, പെർസെൻറ്റേജസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജസ്, ഇൻട്രസ്റ്റ്, കമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ ആൻഡ് ടൈം, ടൈം ആൻഡ് വർക്ക്. എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് വേറെ ആകെപ്പാടെ ഒരു ഇത്തിരി കൂടി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ മെൻസുറേഷൻ ആണ് അല്ലേ. അതിൻ്റെ 2D 3D എല്ലാം പഠിക്കാനായിട്ട് സ്വല്പം നേരം നിങ്ങൾ ചിലവഴിക്കേണ്ടി വരും. അല്ലാതെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കാൽക്കുലസ്, ആൾജിബ്ര അങ്ങനെയുള്ള ടോപ്പിക്കുകളൊന്നും ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സെഗ്മെൻ്റ് ആണ് നമ്മുടെ GD പരീക്ഷയ്ക്ക് വേണ്ടി SSC ഒരുക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, അതിനകത്ത് സ്പോർട്ടിംഗ് ദ എറേഴ്സ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പഠിക്കുമ്പോഴേക്കും നമ്മളെല്ലാം വളരെ വിശദമായിട്ട് പഠിക്കാം. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് മുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്പോർട്ടിംഗ് എറർ, ഫില്ലേഴ്സ്, സിനോണിയംസ്, ആൻറ്റോണിയംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ തയ്യാറെടുത്ത് എല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എവിഷൻ്റെ ആശംസകൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്, എവിഷൻ ഈ SSC GD പരീക്ഷകൾക്ക് വേണ്ടി സമഗ്രമായ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങുന്ന ഈ ബാച്ചുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിലേക്ക് വിളിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.